കൃഷിനാശം നേരിട്ട നെൽകർഷകൻ കൂടിയായ നടൻ കൃഷ്ണപ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ കൃഷ്ണപ്രസാദ്, ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടായിരുന്നത്. വ്യാപക കൃഷിനാശം കുട്ടനാട്ടിൽ ഉടനീളം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് താങ്കൾ മനസ്സിലാക്കുന്നതെന്ന് വിശദീകരിക്കാമോ? താങ്കൾക്കും ഭീമമായ ഒരു നഷ്ടം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലും വളരെയധികം ഭീകരമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു മഴ സംഭവിച്ചിരിക്കുന്നത്. ആ മഴയിലൂടെ ഞങ്ങൾക്ക് പല പാടശേഖരങ്ങളിലും മടവീഴ്ച ഉണ്ടായി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം മുതൽ ഏതാണ്ട് 30 ദിവസത്തിനുള്ള കിളിപ്പിലാണ് ഇപ്പം വിത ഉണ്ടായിരിക്കുന്നത്. വിതച്ചിട്ട് 30 ദിവസത്തിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം നാശനഷ്ടം സംഭവിക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഏറ്റവും ദുരിതം ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ വിത്തുകൾ പല പാടശേഖരങ്ങളിലും കിളുക്കുന്നില്ല. അപ്പൊ കിളുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ 2-3 പ്രാവശ്യം വിതച്ച ആൾക്കാർ വരെ ഉണ്ട് പല പാടശേഖരം. കുട്ടനാട്ടിലെ കൊല്ലത്തെയാത്തഗിരി എന്ന് പറഞ്ഞ പാടശേഖരമാണ്. ശരിക്കും പറഞ്ഞാൽ 11 ദിവസമായ വിതപ്പുറവാ. ഈ വിത ഇപ്പൊ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇനിയൊരു വിത്ത് കിട്ടി ഇതൊന്ന് നേരെയാക്കി വിതച്ച് കൃഷി ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. ഇത് ഒരു ഇടപെടലുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കോ ഒരു പഞ്ചായത്ത് മാത്രമായിട്ടോ പറ്റുകയല്ല, സർക്കാരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. പുറംബണ്ടുകളുടെ ബലക്ഷയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാരണം. അതോടൊപ്പം തന്നെ ഈ എക്കലുകൾ ഉള്ള തോടുകൾ അത് ശുദ്ധീകരിച്ച് ആ എക്കലുകൾ മാറ്റി ഡീപ്പനിങ് തോടുകളിൽ ഉണ്ടാക്കാത്തതും അല്ലെങ്കിൽ ആറ്റിന്റെ സ്ഥലങ്ങളിലും ഇതൊക്കെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം രൂക്ഷമായിക്കൊണ്ട് പാടശേഖരങ്ങളിലേക്ക് കവിഞ്ഞു കയറുന്നതും മടവീഴ്ച ഉണ്ടാകുന്നതും. ശ്രീ കൃഷ്ണപ്രസാദ്, ഇതിനു മുമ്പും സമാനമായ പല അനുഭവം കുട്ടനാട്ടുകാർ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നതാണ്. ഇതിലൊന്നും കണ്ണു തുറക്കാത്ത അധികാരികൾ ഇത്തവണയെങ്കിലും ഈ കർഷകരുടെ വിലാപം കേൾക്കുമെന്നുള്ള പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? ഒരു രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 ദിവസമായിട്ട് ആലപ്പുഴ കളക്ടറേറ്റിന്റെ മുമ്പിൽ കർഷകരായ 2 പേര് നിരാഹാരം കിടപ്പുണ്ട്. 8 ദിവസമായിട്ട്. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വില കൂട്ടിയിരിക്കുന്ന നെല്ലിന്റെ വില ഏതാണ്ട് 5 രൂപ 30 പൈസയുണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട്. സർക്കാരിന്റെ വിഹിതമായിരുന്ന 9 രൂപ 40 പൈസ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് അത് 5 രൂപയായിട്ട് കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം മാത്രം തന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ 5 വർഷമായിട്ട് 28 രൂപ 20 പൈസയാണ് നെൽകർഷകർക്ക് 1 കിലോ നെല്ലിന് വേണ്ടി ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ പോലെ കർഷകന് വേണ്ടി നിരാഹാരം കിടക്കുന്ന കർഷകരെ വെറും കോമാളികളാക്കുകയും അവരെ കൽപ്പിക്കുന്നതിനും തുല്യമായിട്ടാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പാലക്കാട്ട് ഈ അടുത്ത സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭരണപക്ഷത്തെ ആൾക്കാരെല്ലാം പറഞ്ഞു ഈ പ്രാവശ്യം വില കൂട്ടി തരുമെന്ന് പറഞ്ഞു. എന്തായാലും ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് തിരിച്ചടിയായിട്ടാണ് പാവം പിടിച്ച കർഷകരെ ഇപ്പോൾ ദ്രോഹിക്കുന്ന ഈ നടപടിയും കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു നല്ലത് വരും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് നെൽകർഷകര് മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണപ്രസാദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.